ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ കഴിക്കാനായിട്ട് അവൽ നനയ്ക്കാനായിട്ട് അവൽ വറക്കാൻ തുടങ്ങുവാണ് കേട്ടോ. പഴം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എന്തായാലും അവൽ നനയ്ക്കാന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ അവൽ നനയ്ക്കുക വറുത്തിട്ടാട്ടോ, വറക്കാതെ അങ്ങനെ നനയ്ക്കാറില്ല. തേങ്ങ ഇതൊന്നും ഇട്ടിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല രസം കറുമുറൊന്നും ഉണ്ടാവുമല്ലോ. കുറച്ച് പഴം ഉണ്ടായിരുന്നു, പക്ഷെ പഴം കഴിഞ്ഞു. അവൽ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അവൽ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഇറക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അവൽ നമ്മൾ വറുത്തെടുത്ത അവലിൽ തേങ്ങ ഇടുകയാണ് കേട്ടോ, ആവശ്യത്തിനുള്ള. ഇത് നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ശർക്കരയാണ് കേട്ടോ. അത് വലിയ ശർക്കരയാണ്. ഇത് ഞാൻ പൊട്ടിച്ചെടുത്താട്ടോ, രണ്ടാക്കിയിട്ട് ഉണ്ട ശർക്കരയായിരിക്കും. മധുരത്തിന് നമ്മൾ ശർക്കരയാട്ടോ എടുക്കുന്നത്. കുറച്ച് ജീരകം ഇതിലിടുന്നുണ്ട്. നല്ല വറുത്തായതുകൊണ്ടേ നല്ല പൊടിഞ്ഞ് വരും കേട്ടോ. കുഞ്ഞ് കഴിക്കടാ. മാല കളഞ്ഞെങ്കിൽ മാല ഇടണ്ട. അവലും ചായയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് കഴിക്കാൻ. കുഞ്ഞും കഴിക്കടാ. കുറേ നാളായിട്ടോ മുരിങ്ങയില താളിച്ചിട്ട്. നമ്മളിവിടെ അങ്ങനെ ചെയ്യാറേ ഇല്ല. നമ്മൾ കൂടുതലും മുരിങ്ങയില തോരൻ വെക്കുക ചെയ്യുക. തോരൻ വെക്കുക അല്ലെങ്കിൽ കറി വെക്കും. മുരിങ്ങയില താളിക്കുക എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ഇവിടെ ചെയ്യുന്നത് വളരെ കുറവാട്ടോ. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്യലേ ഇല്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോൾ കഴിക്കാനായിട്ടൊരാഗ്രഹം തോന്നിയിട്ട് അങ്ങനെ താളിച്ചിട്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങയില പറിക്കാനായിട്ട് വന്നതാണ്. നമ്മൾ തൊട്ടപ്പുറത്തെ ചേട്ടൻ്റെ പറമ്പിലാട്ടോ വന്ന് മുരിങ്ങയില പറിക്കുന്നത്. നമ്മുടെ അവിടെ മുരിങ്ങ ഒന്നും ആയിട്ടില്ല. നട്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ, പക്ഷേ ചെറിയ ചെറിയ മുരിങ്ങകളൊക്കെ ആട്ടോ. മുരിങ്ങയില എടുക്കാനുള്ളതൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുരിങ്ങയില മതി താളിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മുരിങ്ങയില ഒന്ന് പറിച്ചെടുക്കാനായിട്ട് വന്നു. നല്ല ഹൈറ്റിലാട്ടോ മുരിങ്ങ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തോട്ടി വെച്ച് അതിൻ്റെ പയ്യയിൽ ചെറിയ കമ്പ് അടർത്തി എടുക്കണം. തോട്ടിയൊക്കെ ആയിട്ടാണ് വന്നേ. നമ്മൾ മുരിങ്ങയില എടുക്കാവേ. നമ്മൾ മുരിങ്ങയില പറിച്ചെടുത്തു കേട്ടോ. കുറച്ചധികം നമുക്ക് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയില കുറച്ച് ഇങ്ങനെ കേടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നല്ല വൃത്തിയുള്ള ഒരു ഇലയല്ല, ചില ഭാഗങ്ങളൊക്കെ ഇനി ചുരുണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് വേണ്ട നല്ല മുരിങ്ങ ഇലയൊക്കെ ഇതിന്ന് ഇനി ഇരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് പയറേ വീട്ടിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പയർ തനിയെ വളർന്ന പയറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വള്ളി ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറ്റി വിടണം. ഇത് നമുക്ക് അവിടെ കൊണ്ടുപോക്കാം. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് മുരിങ്ങയിലയുടെ ചെയ്യാം. പയറിൻ്റെ വള്ളി ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ പോയിട്ട്. ഇത് നമ്മുടെ മുറ്റത്ത് തനിയെ മുളച്ച് വന്ന ഒരു പയറാണ് കേട്ടോ. ഇവിടെ നേരത്തെയും പയറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിയ സമയത്ത്, ഈ ചെടികളൊക്കെ മാറ്റിയ സമയത്ത് പറിച്ച് കളഞ്ഞപ്പോൾ ആ പയർ വള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ഇവിടെ ഇങ്ങനെ കൂടി ഇവിടുത്തെ ചെടി തന്നെ ഇങ്ങനെ ഉരുണ്ട് നിൽക്കുമായിരുന്നു. നമുക്ക് കുറച്ച് പയറൊക്കെ കിട്ടി. നമ്മളപ്പോൾ കയറ്റിയൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. മുറ്റത്ത് ഇവിടെ ആയതുകൊണ്ട് വളമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചു. പക്ഷേ നമുക്ക് കുറച്ച് പയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ ഉണ്ടായിരുന്ന മൂത്ത പയർ ഇവിടെ വീണ് മുളച്ച് വന്ന വള്ളിയാട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഞാൻ അങ്ങനെ അത് അഴയിൽ കൂടെ അങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ 2-3 വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വിട്ടു. ഇപ്പോൾ പയർ കായ്ക്കാനായിട്ട് തുടങ്ങിയത് കുഞ്ഞു പയറൊക്കെ ഇതിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വള്ളി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പയർ കിട്ടും. അപ്പോൾ ഈ കവുങ്ങോ അത് അവിടെ ഇവിടെയൊക്കെ കവുങ്ങൊക്കെ നിൽപ്പുണ്ട് നമ്മുടെ അപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതിലോട്ട് അങ്ങോട്ട് കെട്ടിവിടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ പയർ വള്ളികൾ. ഇവിടെയും പയർ ഉണ്ട്. പിന്നെ നമ്മുടെ ആ കയറി വരുന്ന വഴിയുടെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പേരയുണ്ട്, അതിൽ ഫുള്ള് പടർന്ന് ഇപ്പോൾ അവിടെ നിന്നും കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഇത് പയർ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് കിട്ടും. അപ്പോൾ കിട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി കെട്ടിവിട്ടിട്ട് നമുക്കുള്ള പയറൊക്കെ പറിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ. ഇതുണ്ട് വള്ളിയൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുവാണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കയറ്റി വിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇതിന് വളമോ അങ്ങനെയൊന്നും അങ്ങനെ ഇടലൊന്നുമില്ല. തന്നെ വളർന്നപ്പോൾ അങ്ങനെ കെട്ടിവിടുന്നു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് വിടണം എന്നും കൂടെ വിചാരിക്കുന്നുണ്ട് എന്നേ. ഇതുണ്ട് ഇതുപോലത്തെ പയറാണ്. കുറച്ചുകൂടെ വലിപ്പം വെക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു കുഞ്ഞ് പയറാണേ. അത്യാവശ്യം നീളം വെക്കും. നല്ല മണിയുള്ള പയറും കൂടെ ആട്ടോ ഇത്. ഇതിൻ്റെ കുഞ്ഞ് പയറുകളാണ് കേട്ടോ. അത് എവിടെയൊക്കെ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്, പൂവൊക്കെ ആയി പയർ. അപ്പം നമ്മൾ നീളത്തിൽ ഇങ്ങോട്ട് കെട്ടി വിട്ടു കേട്ടോ. എന്നിട്ട് ആ വള്ളി ഒന്ന് ഇങ്ങോട്ട് കയറ്റി വിടണേ. നല്ല നീളത്തിൽ ഇങ്ങോട്ട് വരും. പിന്നെ ഒരു വള്ളി അവിടെ നിന്ന് അപ്പുറത്തോട്ട് ഒന്ന് കെട്ടി വിടണം. പിന്നെ നമുക്ക് വരുന്നതിനനുസരിച്ച് പിന്നെ കെട്ടിവിടാം കേട്ടോ. ഒരു കാലും കൂടെ കുഴിച്ചിട്ടിട്ട് ഇവിടെയും കൂടെ ഒന്ന് കെട്ടണം. അപ്പം
കുറച്ച് കഴിഞ്ഞിട്ട് പറമ്പിൽ കയറിയിട്ട് കുറേ ചോലയുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടിയെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വെയിലൊക്കെ ഒന്നായിട്ട് അമ്മയോട് വെട്ടിത്തരാൻ പറയണം. അതും അമ്മേനെ കൊണ്ട് കുഴിപ്പിടിച്ചിട്ട് അങ്ങനെ കെട്ടാം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ അട്ടയുണ്ടാവും. അട്ടയുണ്ടാവും, നല്ല വെള്ളമാണ്, എന്നാലും മഴയൊന്നും ചാറിയിട്ടേ ഇത്തിരി നേരം കഴിയട്ടെ. നമ്മളിത് പയ്യായിട്ട് ചുറ്റി വിടുന്നത് അല്ലേ, ഇത് വേഗം പൊട്ടിപ്പോവും. നന്നായിട്ടൊക്കെ ചെയ്താൽ നന്നായിട്ടാവും കേട്ടോ. നമ്മൾ ഈ പരിസരത്ത് മുറ്റത്തുനിന്ന് തന്നെ ഉണ്ടായതുകൊണ്ടേ ഉള്ളത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കയറ്റി വിടുന്നേ ഉള്ളേ. അവിടെ നിന്നുള്ള പയറിൻ്റെ വള്ളി നമ്മൾ പിന്നെ ഈ ഏർമാടത്തിൻ്റെയൊക്കെ താഴെ നമ്മൾ കട്ടിലേ കിടക്കുന്നില്ലേ, അപ്പോൾ അങ്ങോട്ടൊരു വള്ളിയും കൂടെ വലിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കയറി വരികയാണെങ്കിൽ വരട്ടെ. പിന്നെ ഇത് ഇവിടെ ആയിട്ട് ഇവിടെ നിന്നും പയർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്നേ ഇതുണ്ട്, ഈ സൈഡിൽ നിന്നും ഫുൾ ഇങ്ങനെ പയർവള്ളി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കയറ്റി വിടാം. അപ്പോൾ ഞാൻ ഈ പ്ലാവിലോട്ടാട്ടോ കെട്ടിയേക്കുന്നത്. ഇതും ചെന്നെത്തുന്ന പ്ലാവിലോട്ട് തന്നെയാണ്. ഇവിടെയും കുറേ വള്ളിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വള്ളിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇനി കയറ്റി വിടണം. അതവിടെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുക കേട്ടോ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് 2 സൈസ് പയറുണ്ട് ഇവിടെ. നമ്മൾ ആ വലിയ പയറും ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞ് സൈസ് പയറും ഉണ്ട്. നമ്മൾ പയറുവള്ളി, ഇത് അത്യാവശ്യം നല്ല നീളമുള്ള പയറുവള്ളിയാണ്. ഈ താഴെ പേരയിൽ ഇങ്ങനെ കയറി പടർന്ന വള്ളിയാട്ടോ. അത് ഇപ്പോൾ വേറൊരു വള്ളി കെട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടാൻ പോവുകയാണേ. അപ്പോൾ 2-3 വള്ളീൻ്റെ താഴെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി വിടുന്നുണ്ട്. ഇത് വേറെ ആട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നീളത്തിലൊന്ന് കെട്ടി. അപ്പം അതല്ലാതെ ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ പയറുവള്ളികളെ. നമ്മളൊന്ന് വെയിൽ സൈഡിൽ നട്ട പയറാട്ടോ. അപ്പോൾ മുളച്ചൊരു ഇത്ര ആയിട്ടുണ്ട്. ഇതിൽ എന്നിടയിൽ മഴയൊക്കെ ഒന്ന് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചപ്പും കരിയിലേക്ക് ഇട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നിർത്തിയേക്കും കേട്ടോ. ഒന്ന് മുരടിച്ച പോലെ വന്നപ്പോഴത്തേക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം കേട്ടോ. ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് അധികം ദിവസം ആയിട്ടില്ല, 2 ദിവസം ആയിട്ടുള്ളേ. കുഴപ്പമില്ല, ഇപ്പോൾ നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നട്ടതെല്ലാം മുളച്ചിട്ടുണ്ടേ. നമ്മളൊരു മീൻ വാങ്ങിയിട്ടോ. ചെറിയ മീനൊന്നും അല്ല വാങ്ങിയിരിക്കുന്നത്, നല്ല വലുപ്പമുള്ളൊരു മീനാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 6 കിലോ അടുത്ത് അതിൻ്റെ മുകളിൽ മീൻ വെയിറ്റ് ഉണ്ട് കേട്ടോ. വലിയ മീൻ നോക്കി വാങ്ങിയതാണ്, അച്ചാറിടാനായിട്ട് വാങ്ങിയതാണ്. ഏട്ടനൊക്കെ കൊടുത്തു വിടാനായിട്ട്, അവിടെ നിന്ന് അയച്ചു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർ പഞ്ചാബിലാണ്, ഏട്ടൻ ആർമിയിലാണ്. അപ്പോൾ കുറച്ച് നമുക്കും എടുക്കാം, കുറച്ച് അവർക്കും കൊടുത്തു വിടാനായിട്ട് വാങ്ങിയതാണ്. കുറേ ദിവസമായിട്ട് വിചാരിക്കട്ടെ കുറച്ച് മീൻ അച്ചാറിടണം എന്നുള്ളത്. അപ്പോൾ വലിയ മീൻ വന്നപ്പോൾ വേഗം അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. വലിയ ഒറ്റ മീനായിട്ട് അങ്ങ് വാങ്ങി കേട്ടോ. ഉണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ മീൻ ഒരു കയ്യിൽ പിടിക്കുമ്പോഴേ. നമ്മളിപ്പോൾ ഏട്ടനങ്ങ് പോയ സമയത്ത് അമ്മ കുറച്ച് അല്ലാത്തൊക്കെ അച്ചാർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബീഫും അതുപോലെ തന്നെ മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും അന്ന സമയത്ത് ഇടാനായിട്ട് പറ്റിയത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വിചാരിച്ചു പിന്നെ എപ്പോഴേലും സമയം പോലെ നമുക്ക് മീൻ വാങ്ങിയിട്ട് അച്ചാർ ഇട്ട് കൊടുക്കാം. നിന്ന് നോക്കിയപ്പോൾ നല്ലൊരു മീൻ വന്നു. അപ്പം തന്നെ വാങ്ങി. അപ്പോൾ നമുക്കിനി അച്ചാറൊന്നിടണം. വെട്ടി വൃത്തിയാക്കാൻ കുറച്ച് നേരത്തെ പണി ഉണ്ടാവും കേട്ടോ. ഒന്നൊന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടേ നമുക്ക് വറുത്തെടുക്കാം, എന്നിട്ട് അച്ചാറും കൂടി ഇടാം കേട്ടോ. ഇഞ്ചി ഉണ്ട്, പിന്നെ വെളുത്തുള്ളി വാങ്ങണം, പിന്നെ പച്ചമുളകും ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട, കായം കുറച്ച് എണ്ണ അങ്ങനെ സാധനങ്ങളൊക്കെ മതി. പിന്നെ നമുക്ക് വറുത്തെടുക്കുന്നവരെ ഉള്ള ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ അച്ചാറിടൽ ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല. എല്ലാം കൂടെ അങ്ങ് മൂപ്പിച്ച് മീനും കൂടെ ചേർത്ത് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മീൻ മുറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ വെട്ടാനായിട്ട്. ഇത് ഇത്രയും വലിയ മീനായതുകൊണ്ടേ വെട്ടിയെടുക്കണമെങ്കിൽ ഇച്ചിരി പാടാം. കത്തി ഒന്ന് ചെറുതായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് തേക്കണം വിചാരിച്ചാൽ പിന്നെ കല്ലിലൊന്നും തേച്ചെടുത്തു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു മൂർച്ച. അപ്പം മുറിഞ്ഞ് വരുന്നുണ്ടേ. മൂർച്ചയും കൂടി ഇല്ലെങ്കിലേ നല്ല പണിയാണ്. ഒന്ന് ചെത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ മുള്ളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ. പിന്നെ വലിയ മുള്ളൊക്കെ ഞാൻ സ്റ്റീലിൻ്റെ കത്തി വെച്ച് മുറിച്ചെടുത്തു. അത് നല്ല കത്തിയാട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുറിക്കാനായിട്ടൊക്കെ നല്ല കത്തിയാണ്. എല്ലാം ഒന്ന് ചിരണ്ടിയിട്ടുള്ളൂ. ഇനി മുറിച്ചിട്ട് അതിൻ്റെ തോല് കളയാം കേട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. തല മുറിച്ച് നമ്മൾ മാറ്റാൻ പോവുക. നമ്മൾ മീൻ മുറിക്കാനായിട്ട് പോവാണ് കേട്ടോ. മുറിച്ചിട്ടാണ് തോല് കളയാനായിട്ട് പോകുന്നത്. ആണോ? കഷ്ണങ്ങൾ മുറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ മീൻ കിട്ടും പൊതുവെ ഇത്തിരി പഴവും കേട്ടോ. അങ്ങനെയാലും നമുക്ക് അത്ര നല്ല മീനൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തോല് കളയാനായിട്ട് നല്ല പാടാണ് കേട്ടോ.
നമ്മൾ ഒരുവിധമുള്ള ചുരണ്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ വെട്ടി ചെറുതായിട്ട് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി കൊണ്ട് വെച്ചു. മുറിക്കുന്നതൊക്കെ നമുക്ക് ഇച്ചിരി പഴക്കമായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കിവിടെ പൊതുവേ കിട്ടിയ ഇത്രയും വലിയ മീനൊക്കെ ആകുമ്പോഴേ നമുക്ക് നല്ലത് കിട്ടിയെന്ന് പറയാം കേട്ടോ. അല്ലാതെ നമുക്ക് എപ്പോഴും നല്ലത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കാനൊന്നും പറ്റില്ല. കിട്ടണത് വാങ്ങേണ്ടി വരും. ചെറുമീനൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത്തിരി വലുപ്പമുള്ള മീനൊക്കെ ആണെങ്കിൽ ആട്ടോ ബുദ്ധിമുട്ട്. നമ്മൾ ഇതിന് മുന്നേ ആണെങ്കിൽ അച്ചാറിടാനൊക്കെ ആയിട്ട് മീൻ വാങ്ങുന്ന സമയത്ത് ചില സമയത്ത് ഈ തുണ്ടമീനൊക്കെ ആയിട്ട് മുറിച്ചിട്ടൊക്കെ വരുമ്പോൾ നല്ല മീൻ കിട്ടും. പക്ഷേ അല്ലാതെ വരുന്ന സമയത്തൊക്കെ വലിയ മീനാണ് ഇച്ചിരി ഒന്ന് പഴയതൊക്കെ തന്നെ കിട്ടാറുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഇവിടെ വരെ എത്തണ്ടേ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മണ്ണാർക്കാടൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരേണ്ടി വരും. അപ്പോൾ ഉള്ള മീൻ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ ആ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നും തേക്കുന്നില്ല. മസാല നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒന്നും ചേർക്കാതെ ആയിട്ട് വറക്കുന്നത്. നമ്മളിതിന് മുന്നേ അച്ചാറിട്ടപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൊടികളൊക്കെ ചേർത്ത് വറക്കുന്നതല്ല, നമ്മൾ നന്നായിട്ട് മുരിച്ചെടുക്കാനല്ലേ. അപ്പോൾ ഈ കരിയാനുള്ളൊരു സാധ്യത കൂടുതലാണ് പൊടി ചേർത്ത് നമ്മളങ്ങനെ വറക്കുമ്പോൾ. നന്നായിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ അച്ചാർ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അതിലോട്ട് പിടിക്കും. ഒരു പ്രശ്നമില്ല. അങ്ങനെ പിടിക്കാതെ ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. നന്നായിട്ട് പിടിക്കും. അപ്പോൾ പിന്നെ എന്തായാലും പൊടിയൊന്നും ചേർക്കാതെ അങ്ങനെ വറുത്തെടുക്കുകയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് പൊടിയെല്ലാം കൂടെ മൂപ്പിച്ച് ചേർക്കാം. അത് ഓയിലാട്ടോ. ഓയിലിപ്പോൾ ചൂടാവാനായിട്ട് ഉരുളി വെച്ചിട്ടുണ്ട്. വലിയ ഉരുളി എടുത്തു. എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മീനിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഇഞ്ചി ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് അരിഞ്ഞെടുക്കണേ. നമുക്ക് മീനെടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നൊരു വെളുത്തുള്ളിയൊക്കെ അരിയാലോ. നമ്മളപ്പോൾ മീൻ വറുത്ത് കോരി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് കടുകൊക്കെ വറുത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കടുകും കൂടി വറുത്ത് നമുക്ക് മൂപ്പിച്ചിട്ട് മീനും കൂടി ചേർക്കാം. അപ്പോൾ മീനച്ചാറാവും കേട്ടോ. പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വേഗം ആവും. കടുക് കൂട്ടി ഇപ്പോൾ നമ്മൾ അതിലോട്ട് കറിവേപ്പില ഇട്ടു കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഇഞ്ചി ആട്ടോ ഇടുന്നത്. ഇഞ്ചി കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടുവാണ് ഇതിൽ. പച്ചമുളക് ഇതിലോട്ട് ഇടുവാണേ. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലോട്ട് ഇനി മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ മീനിൽ ഒട്ടും പൊടി ഇടാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് അത്രയും പൊടി ചേർക്കണം. അച്ചാറുകളിൽ മീനച്ചാറൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് അധികം മുളക് പൊടി ചേർക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് തോന്നാറുള്ളേ. എരിവ് കുറവാണെങ്കിൽ ഒരു ടേസ്റ്റ് തോന്നാറില്ല. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നല്ല മൂത്ത മുളക്. അപ്പോൾ എരിവ് നോക്കിയിട്ട് മുളക് പൊടി ഇടണം. മുളക് പൊടി ഇടുക. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അടുത്തത് ഉലുവാപ്പൊടിയാട്ടോ ഇടുന്നത്. ഇതുകൂടെ ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേനി. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ മൂത്ത് വന്നു കേട്ടോ മുളക് പൊടി. നമ്മളിനി മീൻ ഇതിലോട്ട് ചേർക്കാനായിട്ട് പോവുകയാണേ. മീൻ ഇതിലോട്ടിട്ടു. മീനൊന്ന് ഇളക്കട്ടെ. ബാക്കി നമുക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണേ. അപ്പോൾ ഇതിൽ ഇനി വിനാഗിരി ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് കായ ഇടാനായിട്ട് പോവുകയാണേ. ഇതിപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ നന്നായിട്ട് ഈ മീൻ കഷ്ണത്തിലോട്ട് ഇനി ആ വിനാഗിരിയൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിനി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അതിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും കേട്ടോ അച്ചാർ. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് അധികം വിനാഗിരി ഒഴിക്കേണ്ടി വരും. വിനാഗിരി കുറവായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നില്ല വാങ്ങാൻ പോയപ്പോൾ. ഇപ്പോൾ നമ്മൾ കായും ഉലുവും ഉപ്പും വേണ്ടതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചോളൂ കേട്ടോ ഇതിലോട്ട്. അച്ചാർ നമ്മൾ
ഇത് കുപ്പിയിലാക്കി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള വിനാഗിരിയൊക്കെ ഒഴിച്ചേ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ചിലപ്പോൾ വിനാഗിരി ചിലപ്പോൾ കുറച്ചുകൂടി ഒഴിക്കേണ്ടി വരും. ഈ മീനിലോട്ടൊക്കെ പിടിക്കുമ്പോഴത്തേക്കേ കുറച്ചുകൂടി വീണ്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കുപ്പിയിലാക്കി വെക്കാനായിട്ട് പോവുകയാണേ. ഇതുണ്ട് ഇപ്പോൾ അച്ചാർ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. നന്നായിട്ട് വിനാഗിരി ഒഴിച്ച് പാകത്തിനാക്കിയിട്ടുണ്ട്. ഇത് നമ്മളിനി കുപ്പിയിലാക്കി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ കുപ്പിയിലാക്കി വെക്കുക കേട്ടോ. 3-4 കുപ്പിയിലാക്കിയിട്ടാണ് വെക്കുന്നത്. കുപ്പി നിറച്ച് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി എല്ലാം അടച്ച് എടുത്ത് വെക്കാം കേട്ടോ. നന്നായിട്ട് ഇരുന്നിട്ട് ഇതെല്ലാം പിടിക്കട്ടെ. അപ്പോൾ കുപ്പിയിലിട്ട് അച്ചാർ നമുക്ക് അങ്ങനെ എടുത്ത് വെക്കാം. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് എല്ലാം ഒന്ന് പിടിച്ചിട്ട് വെള്ളമൊക്കെ കുറച്ച് കുറയും കേട്ടോ. അപ്പോൾ നമുക്ക് അയച്ചു കൊടുക്കാവേ അണ്ണനൊക്കെ. പിന്നെ നമുക്കുള്ളത് ഇവിടെ എടുത്ത് വെക്കാം. ഇനി നമുക്കങ്ങനെ കൊണ്ടുപോയി എടുത്ത് വെക്കാനായിട്ട് പോകാം. 4 കുപ്പി എടുത്തായിരുന്നു. 4 കുപ്പിയിൽ കറക്റ്റ് ഫുള്ളായിട്ട് കൊണ്ടുപോകും കേട്ടോ. നമ്മൾ മീനച്ചാറിനായിട്ട് നല്ല കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടാട്ടോ അച്ചാർ വെച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തല, മുള്ള് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഇനി എടുത്ത് കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കടുക് വറുത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച്, പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മളതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയാട്ടോ അതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞിട്ടാണെങ്കിലും ചേർത്താൽ മതി. അത് കഴിഞ്ഞ് ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിയിലോട്ട് ഈ ഒരു അരപ്പും ചേർത്ത് കുടംപുളി ആവശ്യത്തിന് പുളിക്ക് അനുസരിച്ച് കുടംപുളിയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചു. നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് നമ്മുടെ മീൻതലയും പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മുള്ള്, പിന്നെ മീനിൻ്റെ വയറിൻ്റെ ആ ഭാഗത്തുള്ള കുറച്ച് കഷ്ണങ്ങൾ, അടിഭാഗത്തൊക്കെ ഉള്ള അത് കട്ടിയില്ലാത്ത കഷ്ണങ്ങൾ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കറിയിലോട്ട് നമ്മൾ ഇടുന്നത്. മീനിൻ്റെ വാലും അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ കേട്ടോ എന്തായാലും ആയിട്ടുണ്ട്. പിന്നെ ഇറക്കി വെക്കട്ടെ. മീൻകറി ആയിട്ടോ. കുറച്ച് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇനി ഇറക്കി വെക്കട്ടെ. നമുക്ക് ഈ മുരിങ്ങയില ഒന്ന് നേരാക്കി വെക്കാം കേട്ടോ. നന്നാക്കി വെക്കാവേ. കുറച്ച് മുരിങ്ങയില ഭയങ്കര ഒരുപാട് മൂത്തിട്ടേ ചുരുണ്ടൊക്കെ പോയിട്ടുണ്ട്. നല്ല മുരിങ്ങയില കുറവായത്. നല്ലത് നോക്കി എടുക്കണവേ. അത് നല്ല തളർത്ത് വന്ന ഇല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചില സമയത്തൊക്കെ നമുക്ക് നല്ല മുരിങ്ങയില കിട്ടാറുണ്ട്. ഈ സമയത്ത് നല്ല കുറവാണ് മുരിങ്ങയില. അതിൽ നിന്ന് തന്നെ നമ്മൾ കുറേ എടുത്തിട്ടാണ് നമുക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയതേ. മഴയുടെയൊക്കെ എന്തെങ്കിലും ഇതായതുകൊണ്ടായിരിക്കും കേട് ഇങ്ങനെ ചുരുണ്ടൊക്കെ ഇരിക്കുന്ന മുരിങ്ങയിലകൾ. മുരിങ്ങയില കണ്ടോ, ഒരു ഭംഗിയില്ലാത്ത മുരിങ്ങയില. നല്ല തളിരിലയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇല ഇരിക്കുന്നത് കണ്ടോ, ഒരു ഭംഗിയില്ലാതെ. ഇതിനൊക്കെ സമയമുണ്ടോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. മുരിങ്ങയില നമ്മളൊന്ന് കടുക് വറുത്ത് താളിക്കാനായിട്ട് പോവുകയാണേ. കടുക് വറുത്ത് സവാളയായിട്ട് എടുത്തേക്കുന്നത്. സവാള വഴറ്റാനായിട്ട് പോവുക. എരിവിന് കാന്താരി ആട്ടോ ചതച്ചിടുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കാന്താരി ചതയ്ക്കുക. നന്നായിട്ട് സവാള ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലോട്ട് മുരിങ്ങയിലായിട്ട് ചേർക്കുന്നത്. കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചുരുണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ടേ നന്നായിട്ട് കഴുകി എന്നെടുത്തു.
വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലോട്ട് കഞ്ഞിവെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണേ. ഇതായിട്ടോ, പിന്നെ ഇറക്കാനായിട്ട് പോവുകയാണേ. പെട്ടെന്ന് മുരിങ്ങയില താളിച്ചു, എളുപ്പമല്ലേ, താളിച്ച് കഴിക്കാനായിട്ടും തോന്നി. അപ്പോൾ അതാ ഇനിയിപ്പോൾ ആയിട്ടുണ്ട്, ഇറക്കുവാണേ. അപ്പം നമ്മൾ കഴിക്കാനായിട്ട് ചോറെടുത്തു. പിന്നെ മീൻകറിയിൽ തലക്കഷ്ണം തന്നെയാട്ടോ എടുത്തത്. എനിക്ക് ഈ തലക്കഷ്ണമൊക്കെ നല്ല ഇഷ്ടമാട്ടോ. അതുപോലെ ചിക്കനൊക്കെ ആണെങ്കിൽ എല്ലുള്ള കഷ്ണങ്ങളായിട്ട് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ മുരിങ്ങയില എടുത്തു. മീനച്ചാറിലൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, പിടിക്കാനായിട്ട് ഒരു കുറച്ച് സമയം എന്തായാലും എടുക്കും കേട്ടോ. നമ്മളങ്ങനെ വറുത്ത് പൊടികളൊന്നും ഇട്ട് അങ്ങനെ വറുത്തൊന്നുമല്ലല്ലോ. വിനാഗിരിയൊക്കെ ഒഴിച്ചുകൊണ്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ മീനിലോട്ട് തന്നെ പിടിക്കും കേട്ടോ. അപ്പം നമ്മളത് മുരിങ്ങയിലയും മീൻ കഷ്ണം എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പം നമുക്കിനി കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെടിയൊക്കെ നിറയ്ക്കാനുണ്ട്, ചെടിച്ചട്ടി നിറയ്ക്കാനുണ്ട്. നമ്മൾ ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ട് മണ്ണ് ഈ ഭാഗത്തു നിന്ന് കേട്ടോ എടുക്കുന്ന, റോഡിൻ്റെ സൈഡിൽ നിന്ന് ഈ കരിയിലൊക്കെ അടിച്ച് കൂട്ടിയിടുന്ന സ്ഥലമാട്ടോ. അപ്പോൾ മണ്ണിന് നല്ല വളം ഉണ്ടാവും ഇവിടെ. നമ്മൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ ചവറൊക്കെ ഇട്ട് കത്തിക്കുന്ന സ്ഥലവും കൂടെ ആട്ടോ. കരിയിലയും സാധനങ്ങളൊക്കെ മുറ്റൊന്ന് അടിച്ച് വരുന്നതും എല്ലാം ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് നല്ല മണ്ണ് നോക്കിയിട്ട് ഇവിടെ നിന്ന് 2 കൊട്ട മണ്ണ് എടുക്കുന്നുണ്ടേ. മണ്ണ് കൊണ്ടുവന്നിട്ടു. നമ്മളിനി ഇതിലോട്ട് ചകിരിച്ചോറാട്ടോ ഇടുന്നത്. അന്ന് കൊണ്ടുവന്ന് വെച്ച ചകിരിച്ചോറാട്ടോ. നമ്മൾ വേനൽക്കാരുന്ന സമയത്ത് വീടിൻ്റെ മുകളിലൊക്കെ ഇട്ടിരുന്നില്ലായിരുന്നോ, അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചതും ആ ചകിരിച്ചോറൊക്കെയാണേ. പിന്നെ ചട്ടിയിലുള്ളത് ഫുള്ളിഞ്ഞ് നമുക്കൊന്ന് എടുക്കണം. മണ്ണ് ഇതിലോട്ട് തട്ടിയിടണം കേട്ടോ. ചാണകപ്പൊടിയും കൂടെ, ചകിരിയൊക്കെ എടുത്ത് മാറ്റണം. കുറേ ചകിരിയുണ്ട് ഇതിൻ്റെ. നമ്മൾ നട്ട ചെടി കണ്ടോ, ഇപ്പോൾ ഫുള്ള് ഇലയൊക്കെ പോയി വെറും തണ്ട് മാത്രമായിട്ടാട്ടോ നിൽക്കുന്നത്. എല്ലാ ചട്ടിയിലും അങ്ങനെ, ചില ചട്ടിയിൽ മാത്രം 2 ചട്ടിയിലെങ്ങാണ്ട് മാത്രമേ ഒന്ന് ചെറിയതായിട്ട് അങ്ങനെ പൂവുള്ളത്. ഒന്ന് മഴയും പിന്നെ ഇത് ഒടിച്ച് കുത്തേണ്ട സമയത്ത് കുത്താൻ പറ്റാതെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ആയതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒടിച്ച് കുത്തി കൊടുക്കുമായിരുന്നു. പിന്നെ മഴയായിട്ട് തന്നെ ചെടി മൊത്തം പോയി. ഒന്ന് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒടിച്ച് കുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ ദിവസങ്ങൾ തന്നെ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പം നമുക്കിനി ഇതൊന്ന് ഫുള്ള് ഈ ചെടിയൊന്ന് മാറ്റി മണ്ണും കൂടെ തട്ടി മൊത്തത്തിൽ മിക്സ് ചെയ്ത് ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ചെടി ഒന്ന് ഒടിച്ച് കുത്തി കൊടുക്കാവേ. ഇതിൻ്റെ തണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒടിച്ച് കുത്തി കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിൽ പൂവുണ്ട്, പക്ഷേ എന്താ പറയുക, ഒടിച്ചു കുത്താം, കുഴപ്പമില്ല, അത് ഒടിച്ചു കുത്തിയാൽ മതി അമ്മ. ഇതുണ്ടോ, വേരൊക്കെ ഇറക്കിയിട്ടേ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് വന്നേക്കും. അതൊന്ന് തട്ടി ഇതിൻ്റെ ചെടി മാത്രം ഒന്ന് മാറ്റണ്ടേ. ഏതമ്മ ഇതൊക്കെ ഇത് ഏത് സൈസാണെന്ന് അറിയില്ല. ഇപ്പോൾ ചെടിയിലുള്ള മണ്ണും കൂടെ ഇതിലോട്ട് തട്ടിയിട്ട് അമ്മ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ കരിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കരിയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്തായാലും ഇവിടെ ഇട്ടില്ല കരിയിലയൊന്നും. പിന്നെ നമ്മളങ്ങനെ എല്ലാം നിറച്ചു കേട്ടോ. ഇത് കുറച്ച് അധികം ചട്ടികളുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് മൊത്തം വെക്കാനായിട്ട് കുറച്ച് അധികം തന്നെ വേണം. നമുക്കൊരു 2-3 വർഷം മുന്നേ 25 രൂപയ്ക്ക് 30 രൂപയ്ക്ക് എങ്ങാണ്ടാണ് കേട്ടോ നമ്മൾ ഈ ചട്ടി വാങ്ങിയത്. അന്ന് അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ വിലക്കുറവും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ കിട്ടുന്നതിൽ വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ ഇപ്പോൾ വെക്കുന്നത് ഫ്രണ്ടിൽ അടുപ്പിച്ചൊരു 5-6 ഒരേ കളർ തന്നെയായിട്ട് വെക്കുന്നത്. നേരത്തെ എല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെയായിരുന്നു വെച്ചിരുന്നത്. നന്നായിട്ട് പൂക്കുന്ന സമയമാകുമ്പോൾ നന്നായിട്ട് പൂക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മളിത് മാറ്റി തരണം. ഒരുപാട് നാളങ്ങനെ നിൽക്കില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ചെടി ഒരു പൂക്കലൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് ഒടിച്ചൊടിച്ച് അപ്പം തന്നെ കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ നിറയ്ക്കണമായിരുന്നു. അതുകൊണ്ട് ഒടിച്ചും കുത്തിയില്ല. പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് മൊത്തത്തിൽ ചെടിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു, ഇലയൊക്കെ ആകെ പോയിട്ടുണ്ടായിരുന്നേ. എന്തായാലും മണ്ണും കൂടെ മാറ്റി ഒന്ന് നടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ മണ്ണൊക്കെ മാറ്റി ഇനി നട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇനി പൂത്ത് തുടങ്ങും. പൂത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണേ. ഒരു കോവലിൻ്റെ വള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വള്ളി മുകളിൽ നട്ടു. ഇനി കുറച്ച് ചാണകപ്പൊടി നമ്മുടെ ആ ബാലൻസ് ഉള്ള കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഈ കോവലിൻ്റെ വള്ളി ഇവിടെ നട്ട് വെക്കാവേ. മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. 2 വള്ളിയുണ്ട്. അപ്പോൾ അതൊന്ന് അതിൽ നട്ട് വെക്കാം.
വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഫുള്ള് നമ്മൾ ഒരു കളറിൽ അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ ഇങ്ങോട്ടുള്ളത് അങ്ങനെ അറ്റം വരെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഫുള്ള് വേറെ വേറെ കളറാണ് വെച്ചേക്കുന്നതൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിയുള്ള മണ്ണും സാധനങ്ങളൊക്കെ ഇവിടെ തെച്ചിയും കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണേ. ഇപ്പോൾ ചെടിയൊക്കെ നിറച്ച് കഴിഞ്ഞുകൊണ്ട് ഇനി പോയിട്ട് കുളിക്കട്ടെ. ഇനിയിപ്പോൾ അതവിടെ വന്നിട്ട് വെള്ളം നനച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് ദിവസം ആവും കേട്ടോ നന്നായിട്ടൊന്ന് വളർന്നു വന്ന് പൂവൊക്കെ ഒന്ന് ആവാനായിട്ട്. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് മുരടിച്ച് നിൽക്കും കേട്ടോ. പിന്നെ എന്തായാലും കഴിഞ്ഞു. അപ്പോൾ ഇനി പോയി കുളിക്കട്ടെ കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നടന്നു. പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. നടക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നടന്ന് കഴിയുമ്പം പെട്ടെന്ന് മടുക്കുക. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കഴിക്കുന്ന സമയത്തൊന്നും. അപ്പോൾ ഞങ്ങളിനി കിടക്കാനായിട്ട് പോവാം. സമയം 10 മണിയായില്ല കുഞ്ഞാ. ഞങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. പിന്നെ എന്താ പറയുക, കുറച്ച് നേരം നടന്ന് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം തോന്നി. പിന്നെ നീ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കഴിച്ചിട്ട് ഇപ്പോൾ കിടക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ. കുഞ്ഞിന് നല്ല ഉറക്കം വന്നു. നമുക്ക് പോയി ഉറങ്ങാം ഇനി. ശരി.